മാത്രമല്ല ഈ കാലത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിദുല്ലാഹ് അദ്ദേഹം സൂറത്തുൽ അൻആമിലെ ഇതേ ആയത്ത് ഓതിക്കൊണ്ടാണ് അദ്ദേഹം ജിന്നോള സഹായ ചോദ്യങ്ങളിൽ ശിർക്കായതും വസീലയായതും ഉണ്ടാവുക. ഒന്നും പാടില്ല, ശിർക്കല്ല എന്ന് വിചാരിച്ചാൽ വഴിക്ക് പോകാൻ പാടില്ല അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. يقول فضيلة الشيخ وفقكم الله: هل يجوز استخدام الجن في غير السحر كإرسالهم إلى بعض الأشخاص من غير عبادة لهم؟ وهل يجوز أن نستخدمهم في أعمال الخير؟ لا يجوز استخدامهم. അതായത് ഇപ്പൊ ചോദ്യം അതാണ്, സിഹിറിന് വേണ്ടി അല്ലാത്ത നന്മയുടെ വഴികളിൽ ഒരാൾക്ക് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ, അത് അനുവദനീയമാണോ എന്നാണ്. ഇബാദത്തില്ല, ഒന്നുമില്ല, ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നുകളെ ഉപയോഗപ്പെടുത്താമോ എന്നാണ് ചോദ്യം. അത് മറുപടി കേൾക്കണം നമുക്ക്. الغائبين ما يجوز استخدام الغائبين أبدا، إنما تستخدم إنسانا حاضرا قادرا تطلب منه شيئا أن يحضره أو أن يعينك. أما الغائب لا يجوز هذا، لأن هذا وسيلة إلى الشرك. وهذا يدخل في قوله تعالى: ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس قال أولياؤهم من الإنس ربنا استمتع بعضنا ببعض. هذا استمتاع، الاستعانة بهم استمتاع. ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله. وفي قوله تعالى: وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. فلا يجوز الاستعانة بالجن. ومن اللي يقولون نستعين بالمؤمنين؟ وش اللي يدريك أنهم مؤمنين؟ قد يدعي أنه مؤمن وهو كافر مشرك، ما الذي يدريك أنه مؤمن؟ فلا يجوز. الحاصل أنه ما يجوز الاستعانة بالجن أبدا في وجه من الوجوه، لأن هذا يفتح باب الشر على المسلمين ويفتح الإخلال بالعقيدة ووسيلة إلى الشرك بالله عز وجل. نعم. ഇവിടെ നിലക്കും പാടില്ല, ഇവിടെ നിലക്കും അനുവദനീയമല്ല, ശിർക്കിലേക്കുള്ള വസീലയാണ്. അദ്ദേഹം രണ്ടും പറഞ്ഞു. പറഞ്ഞു, 6-ാമത്തെ ആയത്ത് പറഞ്ഞു. ഷിർക്കായത്, ഷിർക്കിന്റെ വഴിയായത് എല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ജായിസ് അല്ല. സത്യത്തിൽ ഫൈസൽ മുസ്ലിയാരെ ജിന്നുകളോടുള്ള സഹായത്തേട്ടം, ഹയ്യും ഹാദിനും ഖാദിറായിട്ടുള്ള ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാവൂല, വസീലത്തുൻ ഇല ഷിർക്കേ ആവുള്ളൂ. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, വസീലത്തുൻ ഇല ഷിർക്ക് എന്ന പ്രയോഗം ഷിർക്ക് എന്ന നിലക്കാണ് പണ്ഡിതന്മാർ ഉപയോഗിക്കാറ്. ഫൈസൽ മുസ്ലിയാർ ഷിർക്കാവൂല, വസീലത്തുൻ ഇല ഷിർക്കേ ആവൂ എന്നുള്ള നിലക്കാണ് ഫൈസൽ മുസ്ലിയാർ പ്രയോഗിക്കുന്നത്. അപ്പൊ ആ പ്രയോഗത്തെ സാധൂകരിക്കാൻ മൂപ്പര് പറഞ്ഞു പോയല്ലോ. സോലെ ആലു ഷെയ്ഖിനാണ് ആദ്യം പിടിച്ചത്. സോലെ ആലു ഷെയ്ഖ് പറഞ്ഞത് എന്താ? വസീലത്തും വസാഇൽ ഷിർക്ക്, ഷിർക്കിന്റെ ഇനങ്ങളിൽ നിന്നുള്ള, ഷിർക്കിന്റെ വഴികളിൽ നിന്നുള്ള വഴി എന്ന് പറഞ്ഞ് ഷിർക്കാണെന്നാണ് അതിന്റെ അർത്ഥം. ഷിർക്കിന്റെ വഴികളിൽ നിന്നുള്ള വഴി എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്നർത്ഥം. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ആലു ഷെയ്ഖ് ഉദ്ദേശിക്കാത്ത കാര്യം സോറി ആലു ഷെയ്ഖിന്റെ മേത്ത് വെച്ച് കെട്ടി മൂപ്പര് ആയത്തോതി എന്നുള്ളതാണ് നമ്മൾ അവിടെ സ്ഥാപിച്ചത്. അതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും പറഞ്ഞു, പാറയിലുള്ള ആളെ ഇപ്പൊ കാണാനില്ല എന്നും പറഞ്ഞിട്ട് നടക്കാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ഷെയ്ഖ് ഫൗസാനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൊണ്ടുവന്നിട്ട് ഞാനിതിങ്ങനെ ആലോചിച്ച്, വോയിസ് ഓവറാണ് നമുക്ക് കേൾക്കണത്. ആ വോയിസ് ഓവറിന് ചോദ്യം കാണിച്ചിട്ടുണ്ട്, ഉത്തരം അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ശരിക്ക് ഉത്തരം അവർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എടുത്ത് നോക്കിയാൽ മതി. എന്ത് തട്ടിപ്പാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ചോദ്യം തന്നെ ആദ്യം ചോദ്യം നോക്കാം. ചോദ്യത്തിൽ അതിലും വമ്പൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പിന്നെ അതിൽ നിങ്ങൾ നമുക്ക് ചോദ്യം തന്നെ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ചോദ്യം എന്താ? ഹൽ യജൂസുൽ ഇസ്തിഖ്ദാമുൽ ജിൻ ഫീ ഗൈരി സിഹ്ർ കഇർസാലിഹിം ഇലാ ബഅദിൽ അശ്ഖാസ് മിൻ ഗൈരി ഇബാദത്തി ലഹിം വഹൽ യജൂസു അൻ നസ്തഖ്ദിമഹും ഫീ അഅമാലിൽ ഖൈർ. ഇതിന് ചോദ്യം. സിഹിറിനോ മറ്റു ഇബാദത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ സിഹിറായിട്ട് ബന്ധപ്പെട്ട രൂപത്തിലല്ലാതെ ജിന്നുകളെ ഇസ്തിഖ്ദാമ ചെയ്യുക, അവരെ ഉപയോഗപ്പെടുത്തുക, പിന്നെ അവരെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കുക, പണിയെടുപ്പിക്കുക എന്നുള്ളത് ജായിസ് ആണോ എന്നാണ് ചോദ്യം. ജായിസ് ആണോ എന്നാണ് ചോദ്യം. വഹൽ യജൂസു അൻ നസ്തഖ്ദിമഹും ഫീ അഅമാലിൽ ഖൈർ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഇസ്തിഖ്ദാമിന് ഉപയോഗിക്കാൻ ജായിസ് ആണോ
ഇതാണ് ആരോടുള്ള ചോദ്യം? ഷെയ്ഖ് ഫൗസാനോടുള്ള ഇതേ ചോദ്യമാണ് അത്തംഹീദില് ഷെയ്ഖ് സ്വാലിഹ് അലി ഷെയ്ഖിനോടും ചോദിക്കുന്നത്. ജായിസ് ആണോ ഹറാമാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോ ജായിസ് അല്ല എന്ന് പറയാനാണ് മൂപ്പര് ആയത്തോതുന്നത്. അത് ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്ത് ഷിർക്കല്ല എന്ന് പറയാൻ വേണ്ടി ആയത്തോതി എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് തെളിയിച്ചത്. ഇപ്പൊ മൂപ്പർക്ക് ഈ പ്രൂഫ് പോയിന്റിൽ മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ട് മൂപ്പര് ചെയ്ത അബദ്ധം എന്താണെന്ന്. നമ്മുടെ അന്ന് കുറെ ആൾക്കാർ ചോദിച്ചില്ല എന്താ ഇതിൽ വ്യത്യാസം എന്ന് ചോദിച്ചില്ല. അവർക്ക് ഫൈസൽ മുസ്ലിയാർക്ക് ആ ചോദിച്ചുകൊണ്ട് മനസ്സിലായില്ലെങ്കിലും ഫൈസൽ മുസ്ലിയാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലെണ്ണം ഉരുണ്ട് മൂപ്പര് കളിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ ചർച്ചയിൽ നെക്സ്റ്റ് വരുന്ന കാര്യമാണ്. അപ്പോ അതിന് കൊടുക്കുന്ന മറുപടി നമ്മൾ നോക്കണം. അപ്പൊ മനസ്സിലാവും വസീലത്തുൻ ഇല ശിർക്ക് എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ശിർക്ക് എന്നാണോ ശിർക്കാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഫൈസൽ മുസ്ലിയാർ വസീലത്തുൻ ഇല ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ശിർക്കല്ല എന്നാണ്. ഷെയ്ഖ് ഫൗസാൻ ഉദ്ദേശിക്കുന്നത് ശിർക്കാണെന്നാണ്. അതിന്റെ ഉത്തരം അദ്ദേഹം പറയാ ലാ മാ യജൂസുൽ ഇസ്തിഖ്ദാമുൽ അംവാത് വലൽ ഗായിബീൻ. അതിന്റെ മറുപടി തുടങ്ങുന്നത് തന്നെ ആ മരിച്ചവരോടും ഗായിബീങ്ങളോടും ഇസ്തിഖ്ദാം ചെയ്യൽ അനുവദനീയമല്ല. അദ്ദേഹം പറയാ. എന്നിട്ട് പിന്നെ പറയാ മാ യജൂസുൽ ഇസ്തിഖ്ദാമുൽ ഗായിബീന അബദ. ഒരിക്കലും ഗായിബീങ്ങളെ ഇസ്തിഖ്ദാം ചെയ്യരുത്, അതിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് അനുവദനീയല്ല. നോക്കൂ, രണ്ട് ചോദ്യം എന്താണ്? ജിന്നുകളെ ഇതിന് ഉപയോഗിക്കാൻ പറ്റോ എന്ന ചോദ്യത്തിന് ഫൗസാന്റെ മറുപടി എന്താ? മരിച്ചവരെയും ഗായിബീങ്ങളെയും. മരിച്ചവരെ പറ്റിയിട്ട് പ്രൂഫ് പോയിന്റിൽ ചർച്ചയില്ല. ഒരു വാക്ക് ഒരു ഫത്വ തുടങ്ങുമ്പോ ആ ഫത്വന്റെ ആദ്യം അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്ക് എന്താ? അദ്ദേഹം ഉദ്ധരിക്കുന്ന വാക്ക് ലാ മാ യജൂസുൽ ഇസ്തിഖ്ദാമുൽ അംവാത് വലൽ ഗായിബീൻ. ഗായിബീങ്ങളെയും മരിച്ചവരെയും ഇസ്തിഖ്ദാമു ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല. ഫൈസൽ മുസ്ലിയാരാവട്ടെ, പ്രൂഫ് പോയിന്റിന്റെ അവതാരകനാകട്ടെ, അപ്പുറം ഇരിക്കുന്ന മൂസാക്കാരാവട്ടെ മിണ്ടിയിട്ടില്ല.